വിദ്യാഭ്യാസ മേഖലയിലെ സംഘപരിവാർവൽക്കരണം കേരളത്തിൽ പൂർണ്ണമാവുകയാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടമടക്കമുള്ള രാജ്യത്തിന്റെ ചരിത്രം വക്രീകരിക്കുന്ന, വികലമാക്കുന്ന ചരിത്രം പഠിപ്പിക്കാൻ പോവുകയാണ്. ഇതിന് ഉത്തരവാദി ആരാണ്? കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും കാവ്യവൽക്കരിക്കപ്പെട്ട, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും RSSന് അടിയറ വെച്ച്, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും സംഘപരിവാർ ആശയങ്ങൾ കുത്തിനിറക്കുമ്പോൾ ഇതിനെതിരെ സമരം ചെയ്യാൻ കഴിയാതെ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ മുഖത്തു നോക്കി ഒരു ചോദ്യം ചോദിക്കാൻ കഴിയാതെ, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല RSSന് തീറെഴുതുമ്പോൾ അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിക്കെതിരെ ഒരു പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്താൻ കഴിയാത്ത തരത്തിൽ അധപ്പതിച്ചു പോയ സംഘടനയുടെ പേര് എന്ന് ചോദിച്ചാൽ ആ വിദ്യാർത്ഥി സംഘടനയുടെ പേരാണ് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഥവാ SFI. കേരളത്തിൽ ഇന്ന് ഇപ്പോൾ ABVP, SFI എന്നീ രണ്ട് സംഘടനകളുടെ ആവശ്യമില്ല. രണ്ടും ഒരേ ആശയമാണ് കുത്തിനിറച്ച എന്നത് നമുക്ക് പറയാൻ സാധിക്കും. കേരളത്തിന്റെ കലാലയങ്ങൾ കാവ്യവൽക്കരിക്കാൻ, കേരളത്തിന്റെ വിദ്യാർത്ഥി മനസ്സുകൾക്കകത്തേക്ക് സംഘപരിവാറിന്റെ ആശയം കുത്തിനിറക്കാൻ ഇടതു സർക്കാർ കൈമെയ് മറന്ന് പോരാട്ടം നടത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ത്രാണിയില്ലാതെ കേരളത്തിൽ ഭരിക്കുന്നവരുടെ പണിയാളുകളായി മാറിയ സംഘടനയുടെ പേരാണ് SFI. കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് SFIയെ പടിയടച്ച് പിണ്ടം വെക്കുന്ന കാലം അതിവിദൂരമല്ല. കാരണം വിദ്യാഭ്യാസ മേഖല ഇത്രത്തോളം അധപ്പതിക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. PM ശ്രീ പദ്ധതിക്കെതിരെ SFI നടത്തിയ നിലപാടുകൾ, SFI നടത്തിയ ഇടപെടലുകൾ, SFI ഉയർത്തിയ മുദ്രാവാക്യം കേരളീയ സമൂഹം മറന്നിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് നിലപാടിൽ നിന്ന് പിന്നാക്കം പോയി എന്ന് ചോദിച്ചാൽ SFIക്കാരന് ഉത്തരമുണ്ടാവില്ല. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തിയിരുന്നു. അന്ന് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ മുഴുവൻ SFIയും KSUവും AISFും ABVPയും MSFും NSCയും KSUSും KSCMും അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ആ യോഗത്തിൽ പങ്കെടുത്തു. ആ യോഗത്തിൽ പങ്കെടുത്ത ABVP ഒഴികെയുള്ള മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും ഒറ്റക്കെട്ടായി നിലപാട് സ്വീകരിച്ചത് കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കരുതെന്നാണ്. ആ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട യോഗത്തിന് ശേഷം പുറത്തു വന്ന SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സഞ്ജീവ് പറഞ്ഞത് ABVP ഒഴികെയുള്ള മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും ആവശ്യപ്പെട്ടത് PM ശ്രീ പദ്ധതി നടപ്പിലാക്കരുതെന്നാണ്. എന്നാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി RSSന് വിധേയനായി കേരളത്തിന്റെ സർക്കാർ RSSന് പരവതാനി വരിച്ച് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടപ്പോൾ SFIക്ക് എന്ത് നിലപാടാണ് പറയാനുള്ളത്? കേരളത്തിൽ ഒരുപാട് പോരാട്ടങ്ങളുടെ ത്യാഗോജ്വലമായ സമരങ്ങളുടെ കഥ പറയുന്ന SFIയെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വിദ്യാർത്ഥി വിഭാഗം, കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹം വലിച്ചെറിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും സംഘവൽക്കരിക്കാൻ, കേരളത്തിന്റെ വിദ്യാഭ്യാസ പൂർണ്ണമായും RSSന് തീരെഴുതുന്ന, കേരളത്തിന്റെ വിദ്യാഭ്യാസ പൂർണ്ണമായും സംഘപരിവാറിന് തീരെഴുതുന്ന, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും സംഘപരിവാറിന്റെ വികലമായ ചരിത്രം കുത്തിനിറയ്ക്കാൻ അവർക്ക് എഴുതി നൽകിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും V ശിവൻകുട്ടിക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തേണ്ട സാഹചര്യമാണ് ജനാധിപത്യ മതേതര കേരളത്തിന് കൈവന്നിട്ടുള്ളത്. കാരണം വിദ്യാഭ്യാസ മേഖലയിൽ ഇത്രത്തോളം ഇടപെടൽ RSSന് നടത്താൻ പാകത്തിൽ, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്രത്തോളം RSSന്റെ ചരിത്രം കുത്തിനിറയ്ക്കാൻ അനുവദിച്ച സർക്കാരിനെതിരെ ഒരക്ഷരം മിണ്ടാതെ വാലും ചുരുട്ടി ഭരണവിലാസം സംഘടനയെ അധപ്പതിച്ച SFIക്ക് ആ സംഘടന പിരിച്ചുവിടുന്നതാണ് അഭികാമ്യം. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന ആലേഖനം ചെയ്ത പതാകകൾ കൊണ്ട് മാത്രം കേരളത്തിന്റെ മണ്ണിൽ വിപ്ലവം പാടി നടക്കാൻ നിങ്ങൾക്ക് അർഹതയില്ല. കേരളത്തിലെ സർക്കാർ, SFIയോട് ആഭിമുഖ്യമുള്ള സർക്കാർ, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല RSSനും സംഘപരിവാറിനും തീരെഴുതുമ്പോൾ നാണമില്ലാതെ അതിന് പിന്തുണ കൊടുക്കുന്ന SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം കേരളത്തിലെ വിദ്യാർത്ഥികൾക്കാകെ അപമാനമായി മാറുകയാണ്.